സയൻസ് ഞെട്ടിയ കാര്യം ഏതാണ് ഒരെണ്ണം പറഞ്ഞ്? ഉൾക്കടലിൽ ആഴം ആഴക്കടലിൽ ഇരുട്ടുണ്ട് എന്ന് പണ്ടത്തെ ആളുകൾ കണ്ടുപിടിക്കുന്നതിന് മുന്നേ മുഹമ്മദ് നബി അത് ഖുറാനി പറഞ്ഞിട്ടുണ്ടെന്ന്. ഖുറാനും പറഞ്ഞിട്ടുണ്ട്. കുറേശികളായിട്ടുള്ള ആളുകൾ അവർ ഏർപ്പെട്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട തൊഴിൽ എന്താണ്? മുത്തുവാരലാണ്. മുത്തുവാരൽ എങ്ങനെയാണ്? അത് കടലിൽ. അപ്പൊ കടലിന്റെ താഴേക്ക് പോകുമ്പോൾ വെളിച്ചുണ്ടാവോ? ഒരു സാധനം അത്ഭുതമാവുന്ന എപ്പോഴാണ്? ആർക്കും അറിയാത്തൊരു കാര്യം പറയുമ്പോഴല്ലേ. മുത്തുവാരി ജീവിച്ചിരുന്ന ആളുകൾ ആ നാട്ടിലുണ്ടല്ലോ, അപ്പൊ അവർക്ക് അറിയാലോ അവിടെ ഇരുട്ടാണെന്നുള്ളത്. അറിയാം. അപ്പൊ അങ്ങനെ അറിയുന്ന സാധനം മുഹമ്മദ് നബിക്ക് അറിയില്ല എന്നുള്ളതിന്റെ പേരിൽ അവിടെ വന്നിട്ട് പറയുമ്പോൾ അത് അത്ഭുതമാവും. ഇങ്ങേര് ഇത്രക്ക് മണ്ടനായിരുന്നു. എത്ര സമർത്ഥമായിട്ട് ഇങ്ങനെ മണ്ടത്തരം പറഞ്ഞ് പാവപ്പെട്ട ആൾക്കാരെ പറ്റിക്കുന്നത്. ശാസ്ത്രലോകത്തിന് ഖുർആനിലുള്ള ഈ പരാമർശം അത്ഭുതം തന്നെയായിരുന്നു രമണ. മനസ്സിലായ? പ്രൊഫസർ കീത്ത് മോറിനെ കുറിച്ച് അറിയൂ. അദ്ദേഹം ഖുർആനിലെ ഈ വചനത്തെക്കുറിച്ച് പഠിക്കുകയും ഇത് ശാസ്ത്രലോകത്തുള്ള ഫൈൻഡിങ്സുമായി ചേർന്ന് പോകുന്നത് കണ്ട് അത്ഭുതം രേഖപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഈ 1400 വർഷങ്ങൾക്ക് മുമ്പാണ് ഖുർആൻ ഇറങ്ങിയത്. ആ ഒരു കാലഘട്ടത്തിൽ മുത്തൊക്കെ വരാൻ വേണ്ടിയിട്ട് അറബികൾ കടലിൽ പോയിരുന്നു എന്ന് പറഞ്ഞല്ലോ. അന്ന് ഒരു സാങ്കേതിക വിദ്യയും ഇല്ല. ആ ഒരു കാലഘട്ടത്തിൽ മനുഷ്യർക്ക് ഒരു ടെക്നോളജിയുടെയും സഹായം ഇല്ലാതെ കടലിന്റെ എത്രത്തോളം ആഴത്തിലോട്ട് മാക്സിമം പോകാൻ പറ്റും എന്നറിയാവോ? 100 മീറ്ററിനുള്ളിൽ. അതും അത്രയും പരിശീലനം ലഭിച്ചവർക്ക് മാത്രമേ പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷേ സൂര്യപ്രകാശം കടലിന്റെ ആഴങ്ങളിലോട്ട് എത്ര ദൂരം കടന്നു ചെല്ലും എന്ന് ബുദ്ധിമാന് അറിയാമോ? ഏകദേശം 200 മീറ്റർ വരെ കടന്നു ചെല്ലും. അതിനുശേഷമാണ് സോഴ്സ് കുറഞ്ഞ് ഇരുട്ടാകുന്നത്. ഏകദേശം 18ാം നൂറ്റാണ്ട് ആണ് ശാസ്ത്രലോകം ഈ ഒരു 100 മീറ്ററിനപ്പുറത്തോട്ട് പോകാൻ തയ്യാറാകുന്നത് തന്നെ. അതിനുള്ള സാങ്കേതിക വിദ്യയും ഉണ്ടാക്കിയെടുക്കുന്നത്. അതായത് രമണ, ഈ ഡീപ് സീ സബ്മെർസിലുകൾ കേട്ടിട്ടുണ്ടോ? ആ ഒരു സാങ്കേതിക വിദ്യ വന്നതിന് ശേഷമാണ് ഈ കടലിന്റെ ആഴത്തിൽ ഇരുട്ടാണെന്ന് കണ്ടുപിടിക്കുന്നത് തന്നെ. ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് മുത്തും പവിഴവും വാരാൻ പോകുന്ന അറബികൾ തീർച്ചയായിട്ടും കടലിലെ ആഴത്തിലുള്ള ആ ഇരുട്ട് കാണാൻ സാധ്യതയില്ലെന്ന് 100% വ്യക്തമാണ്. ശാസ്ത്രലോകം ഇത് കണ്ടുപിടിച്ചത് തന്നെ 18ാം നൂറ്റാണ്ടിന് ശേഷമാണ്. അപ്പോൾ ഇവിടെ ആരെയാണ് ഈ ആരിഫ് ഹുസൈൻ പറ്റിക്കാൻ നോക്കുന്നത്? ഇത്രയും വലിയ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയാൻ താങ്കളെ കൊണ്ട് തന്നെ സാധിക്കത്തുള്ളൂ. ഖുർആനിലെ അത്ഭുതങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ വെറും ഒരു സാമ്പിൾ മാത്രമാണ്. വേറെ ഒരുപാട് അത്ഭുതങ്ങൾ ഖുറാനിൽ കാണിച്ചിട്ടുണ്ട്. ഇതേപോലുള്ള മണ്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനെ വളച്ചൊടിക്കാൻ എത്ര തന്നെ ശ്രമിച്ചാലും അതിൻ്റെ തട്ട് താന്ന് തന്നെ ഇരിക്കും. അത് ആരിഫ് ഹുസൈൻ അല്ല, അതിൻ്റെ വലിയ കൊമ്പത്തെ ആൾ വന്നാലും അതിനൊരു മാറ്റവും ഉണ്ടാവില്ല.